ത്തിനല്ല, സൗന്ദര്യത്തിനല്ല, കുടുംബ മഹിമയ്ക്കല്ല, കെട്ടുന്ന പെണ്ണിന് ദീനുണ്ടോ എന്ന് നോക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എടാ പെണ്ണ് കെട്ടുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞില്ലേ, എടാ മോനെ നീ സമ്പത്തിനല്ലടാ പരിഗണന, എടാ ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പണമുള്ളതിന് മതി. ഇന്നത്തെ കാഴ്ചപ്പാട് അങ്ങനെ. വയസ്സ് കൂടിയാലൊന്നും കുഴപ്പമില്ല, ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പണം ഉണ്ടെങ്കിൽ കെട്ടാൻ റെഡിയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവക്ക് തലയിൽ തുണിയുണ്ടോ വേറെ എവിടെങ്കിലും തുണിയുണ്ടോ അതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മൾ നോക്കുന്നില്ല. ഇന്ന് ഈ ഉമ്മത്തിന് പണം മതി. അതുകൊണ്ട് തന്നെയല്ലേ 101 പവനും കാറും കൊടുക്കാന്ന് പറഞ്ഞിട്ടും പറ്റാത്തത്. ഉമ്മായി വാപ്പായും പറയും, പെണ്ണൊക്കെ കൊള്ളാം, നല്ല പെണ്ണൊക്കെ തന്നെ, ദീനൊക്കെ ഉണ്ട്, പക്ഷെ പൈസ ഇല്ലടാ, വേണ്ടടാ. എൻ്റെ പൊന്നാര ചെറുപ്പക്കാരാ, വേണ്ട. ഞാൻ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞു തരാം. എൻ്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയാം, മക്കളെ, ഒരിക്കലും പെണ്ണിൻ്റെ സമ്പത്ത് കണ്ടിട്ട് കല്യാണം കഴിക്കരുത്. ആര് പറഞ്ഞാലും പെണ്ണിൻ്റെ സമ്പത്ത് കണ്ടിട്ട് വിവാഹം കഴിക്കരുത്. ദീനില്ല, പണമുണ്ട്, കല്യാണം കഴിക്കരുത്. നബിതങ്ങൾ പറഞ്ഞു, മൻ തസവ്വജൽ ഇംറാത്തി മാലിഹാ, ഏതെങ്കിലും ഒരാള് പെണ്ണിന്റെ പണം കണ്ടിട്ടാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അള്ളാഹു അവന് ദാരിദ്ര്യം കൊടുക്കുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. എത്ര ഏക്കർ കണക്കിന് മേടിച്ചാലും 101 പവനും ബെൻസ് കാറും മേടിച്ചവനാണെങ്കിലും യത്തീംഖാനയിലാകും നീ. പെണ്ണിൻ്റെ പണം കണ്ടിട്ടൊരിക്കലും വിവാഹം കഴിക്കരുത്. പെണ്ണിൻ്റെ പണം കണ്ടിട്ട് വിവാഹം കഴിക്കാൻ പാടില്ല. അതൊക്കെ ഗൾഫിൽ. ഞാൻ മക്കത്ത് പോയപ്പോൾ, ജബലിനൂർ കയറാൻ ഇങ്ങനെ പോയപ്പോൾ എല്ലാവരും മലമുകളിൽ കയറി. ഞാനിങ്ങനെ താഴെ ഇരിക്കുമ്പോൾ കുറേ അറബികളിങ്ങനെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. ഞാനിങ്ങനെ പോയിരുന്നപ്പോൾ ഒരു ചങ്ങാതി കണ്ടു. നല്ലപോലെ സംസാരിച്ചു. ഇങ്ങനെ സംസാരിച്ചതിൻ്റെ ഇടയിൽ ഞാൻ ചോദിച്ചു, നീ പെണ്ണ് കെട്ടിയോന്ന്? കെട്ടിയില്ലാന്ന്. എന്ത് ചോദിച്ചു? ഫുലൂസില്ലെന്ന്. അപ്പം അവൻ പറയാ, സൗദിയിൽ ഒരു പെണ്ണിനെ കെട്ടണമെങ്കിൽ പൈസ അങ്ങോട്ട് കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞടാ ചങ്ങാതി, കേരളത്തിൽ തിരിച്ച് ഇങ്ങോട്ട് കിട്ടുമെന്ന്. ഞാൻ വരുന്നു ഉസ്താദേ എന്ന്. അവൻ പറയുന്നത്, പെണ്ണിനെ വിവാഹം കഴിക്കണമെങ്കിൽ അങ്ങോട്ട് പൈസ കൊടുക്കണം. എത്ര റിയാലെന്ന് പറഞ്ഞു. എത്രയോ റിയാൽ. അപ്പം എൻ്റെ കൂടെ വന്ന ചങ്ങാതി പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ പൈസ ഇങ്ങോട്ട് കിട്ടുമെന്ന്. അവൻ ചോദിക്കാൻ, ഞാൻ വരട്ടെ എന്ന്. എടോ, പെണ്ണിന് അങ്ങോട്ട് കൊടുത്ത് വിവാഹം കഴിക്കണമെന്ന. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മാക്സിമം ഊറ്റാൻ നോക്കും, ഇങ്ങോട്ട് എത്ര കിട്ടുമെന്ന് നോക്കാം. പിന്നെ ചില ബിരുദന്മാരുണ്ട് ഒന്നും പേടിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. പാപ്പായ്ക്ക് 2 സൂപ്പർ മാർക്കറ്റോ, ഏക ഒരു മോളേ ഉള്ളൂ, 2 വീടുണ്ട്, വലിയ കാറും ഒക്കെ ഉണ്ട്. അവിടെ പോയിട്ട് പറയാം, എനിക്കൊന്നും വേണ്ടാന്ന്. അവൻ അറിയാൻ കിട്ടുമെന്ന്. അങ്ങനല്ല. ഒരിക്കലും തരുന്നത് വേറെ, ചോദിച്ചു വാങ്ങുന്നത് വേറെ. സ്ത്രീധനമൊന്നും ചോദിക്കാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെണ്ണിൻ്റെ പണം കണ്ടിട്ടാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ നിനക്ക് അള്ളാഹു ദാരിദ്ര്യം തരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാണായാലും പെണ്ണായാലും, നിങ്ങൾ നിക്കാഹ് കഴിച്ച് നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. മക്കൾ നന്നാകണം, നല്ല മക്കളെ കിട്ടണമെന്ന് പറയുന്നവരോട് ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ. ഈ കാണുന്ന സ്റ്റേജിൻ്റെ മുമ്പിൽ ഒരു വാഴ വെച്ചു. ആ വാഴ കുലച്ചു എന്നല്ലേ പറയുക? അല്ലേ? വാഴ ഇങ്ങനെ കുലച്ചു. ചെന്ന് നോക്കുമ്പോൾ വാഴക്കൊല പോരാ, ഉദ്ദേശിച്ചതുപോലെ അത്ര നല്ലതൊന്നും ആയിട്ടില്ല. ഉടനെ ഓടിച്ചെന്ന് മാർക്കറ്റിൽ ചെന്നിട്ട് നല്ല 18 വളം മേടിച്ചു. കൊണ്ടുവന്നിട്ട് രാവിലെ ഈ വളം ഇടുന്നുണ്ട്, രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കുന്നുണ്ട്. എത്ര വളമിട്ടാലും എത്ര വെള്ളമൊഴിച്ചാലും ഈ കുലച്ച് നിൽക്കുന്ന കുല നല്ലതുപോലെ ആവോ? പറവാപ്പന്മാരാവോ? നിങ്ങൾ പറയാവോ? ഈ കുലച്ച് നിൽക്കുന്ന വാഴയ്ക്കകത്ത് കൊണ്ടുവന്ന് എത്ര വളമിട്ടാലും വെള്ളമൊഴിച്ചാലും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ആവോ? ഉറക്കപ്പറ. അപ്പം ആദ്യം എന്ത് ചെയ്യണമായിരുന്നു? നിങ്ങളോടാ ചോദ്യം. ആദ്യം എന്ത് ചെയ്യണമായിരുന്നു? പറയടോ, എന്ത് ചെയ്യണമായിരുന്നു? കർഷകന്മാരൊന്നും ഇല്ലെന്ന് തോന്നില്ലേ? നല്ല വാഴവിത്ത് മേടിച്ച് വെക്കണം, ഇല്ലേ? നല്ല വാഴവിത്ത് മേടിച്ച് വെക്കണം, വെള്ളം നേരത്തെ ഒഴിക്കണം, വളം നേരെ എടുത്ത് ഇടണം, ഇല്ലേ? കർഷകന്മാരൊന്നും ഇല്ല. എൻ്റെ പൊന്നാര വാപ്പ, ഒരു യഥാർത്ഥ കർഷകന് മണ്ണ് കണ്ടാൽ അറിയാം ഇവിടെ വാഴ വെച്ചാൽ കിളിക്കോ ഇല്ലയോ എന്ന്. ആദ്യം നോക്കേണ്ടത് മണ്ണ. വളക്കൂറുള്ള മണ്ണിൽ വേണം വാഴ നടാൻ. പാറയുടെ മുകളിൽ കൊണ്ട് വാഴ നട്ടിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ?
വെടി കൊണ്ടതുപോലെ ഇരിക്കരുത്. പറ, മലയുടെ പാറയുടെ മുകളിൽ കൊണ്ടുവച്ചൊരു കാര്യമുണ്ടോ? ഇവിടെ യഥാർത്ഥ കർഷകന് മണ്ണ് കണ്ടാൽ അറിയാം. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ്, നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് 5 നേരം നിസ്കരിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ പേടിച്ച് നടക്കുന്ന മാതാപിതാക്കൾ ഉണ്ടല്ലോ, അവർക്കാണ് നല്ല മക്കൾ ഉണ്ടാകുന്നത്. അവരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത് എന്നല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഭാര്യമാരെ കുറിച്ച് ചിന്തിക്ക്. നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. അല്ലാഹുവിനെ ഭയം ജീവിച്ചിരുന്ന ഒരു മാതാവ് വളർത്തിയ മക്കളും ഇന്നുവരെ തലതിരിഞ്ഞു പോയിട്ടില്ല. നിങ്ങൾ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്ക്. ഉമ്മമാര് വളർത്തിയ പ്രവാചകന്മാരുടെ ചരിത്രം അറിയുമല്ലോ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മുതൽ എത്രയോ പ്രവാചകന്മാരെ ഉമ്മമാരാണ് വളർത്തിയത്. പടച്ചവനെ, നിങ്ങളുടെ സ്വഹാബത്തിന്റെ ചരിത്രമാകട്ടെ, താബിഈങ്ങളുടെ ചരിത്രമാകട്ടെ, ഇമാമുമാരുടെ ചരിത്രമാകട്ടെ, ഔലിയാക്കന്മാരുടെ ചരിത്രമാകട്ടെ, നല്ല ഉമ്മമാര് വളർത്തിയ ഒരു മക്കളും ഇന്ന് വരെ തലതിരിഞ്ഞു പോയിട്ടില്ല. മഹാനായ ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഉമ്മ വളർത്തിയ മകനായിരുന്നല്ലോ. ഇതുപോലെ നൂറുകണക്കിന് ചരിത്രങ്ങൾ വായിച്ചവരാ, പഠിച്ചവരാ, കേട്ടവരാ. നല്ല മാതാപിതാക്കൾ, അല്ലാഹുവിനെ ഭയമുള്ള മാതാപിതാക്കൾ, അവർക്കാണ് അല്ലാഹു നല്ല മക്കളെ കൊടുക്കുന്നത്. അവരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. എത്ര ചരിത്രമാണ് വേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങള്. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ മടിത്തട്ടിൽ വളരുന്ന ഒരു മക്കളും തലതിരിഞ്ഞു പോകില്ല. അവരാരെയും നാണം കെടുത്താറില്ല. അവര് മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കാറില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ പറഞ്ഞു തരാ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. ഹലാലാണെന്ന് ഉറപ്പുള്ള ഭക്ഷണമല്ലാതെ ഒന്നും സാബിത്ത് കഴിക്കാറില്ല. ഭക്ഷണം കഴിച്ച ദിവസങ്ങളായി സാബിത്ത് പട്ടിണിയിലാണ്. കിടന്നിട്ടുറക്കം വരുന്നില്ല. തൻ്റെ വീടിനകത്ത് കിടന്നിട്ടുറക്കം വരുന്നില്ല. അവസാന വിശപ്പ് സഹിക്കാൻ കഴിയാതെ സാബിത്ത് അവിടുന്ന് വീട് വിട്ട് വെളിയിലിറങ്ങുകയാണ്. ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഒരു നേരത്തെ ആഹാരം തന്നാലോ സാബിത്ത് നടക്കുകയാ. പടച്ചവനെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നിട്ട് ഒരിടക്കൽ നിന്നും ഭക്ഷണം കിട്ടിയില്ല. അവസാനം സാബിത്തിന് നടക്കാൻ കഴിയാതെ ഒരു പുഴയുടെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ സാബിത്ത് അവിടുന്ന് പിടഞ്ഞ് താഴെ വീഴുകയാണ്, തളർന്ന് താഴെ വീഴുകയാണ്. ആ പുഴയോരത്തിങ്ങനെ തളർന്ന് കിടക്കുമ്പോ വെള്ളത്തിലൂടെ ഒരാപ്പിളിങ്ങനെ ഒഴുകി വരികയാണ്, ഒരാപ്പിളിങ്ങനെ ഒഴുകി വരികയാണ്. വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ആപ്പിള് കണ്ടപ്പോ വിശപ്പിന്റെ കാഠിന്യത്താൽ നുഅ്മാൻ ഇബ്നു സാബിത്ത് അവിടുന്നെടുത്ത് കഴിക്കുകയാ. ആർത്തിയോടെ പട്ടിണിയാണ്. വിശപ്പിന്റെ കാഠിന്യത്താൽ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ആപ്പിൾ എടുത്തിട്ട് സാബിത്ത് അവിടുന്ന് കഴിക്കുകയാണ്. ആപ്പിള് കഴിച്ചു. അത് പൈറ്റിന്റെ ഉള്ളിലേക്ക് ചെന്നപ്പോ, ഒരൽപ്പം ഭക്ഷണം വയറിന്റെ അകത്തേക്ക് ചെന്നപ്പോ സാബിത്തിന്റെ ബുദ്ധി അവിടുന്ന് വർക്ക് ചെയ്യുകയാണ്. അവിടുന്ന് ചിന്തിച്ചു, അല്ലാഹ്, ഇതാരുടേതാണെന്നറിയില്ലല്ലോ, ഇതാരുടേതാണെന്നറിയില്ലല്ലോ, അനുവാദം ചോദിച്ചില്ലല്ലോ, ഹറാം തിന്നുപോയല്ലോ, നരകത്തിന്റെ അവകാശിയായി പോയി റബ്ബേ. ഇനി എൻ്റെ ദുആ സ്വീകരിക്കൂല, എൻ്റെ അമലുകൾ സ്വീകരിക്കൂല. ഞാൻ നരകത്തിലാണ്. സാബിത്ത് നിലവിളിക്കുകയാണ്, മണ്ണുവാരി തലയിലിടുകയാണ്. എന്തിനാ വിശന്ന് പട്ടിണി കിടന്ന് തളർന്നു കിടന്നപ്പോ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു വിശപ്പിന്റെ
ചൂടിന്റെ കാഠിന്യത്താൽ ഒരു പഴമെടുത്ത് കടിച്ചതിന്റെ പേരിൽ സാബിത്ത് കടന്ന് നിലവിളിക്കുകയാണ്. എല്ലാവരും വിചാരിച്ചു ഭ്രാന്ത് പിടിച്ചെന്ന്. സാബിത്ത് ഓടുകയാണ്, പൊടിക്കെതിരെ ഓടുകയാണ്. എവിടെ നിന്നാണ് ഈ പഴം വീണത്? എവിടെ നിന്നാണ് ഈ പഴം വീണത്? കിലോമീറ്ററുകളെ സഞ്ചരിച്ച് ചെല്ലുമ്പോ അല്ലാഹുവേ ഒരു തോട്ടം കാണുകയാണ്. അവിടെ നിന്നാണ് പഴം വീണതെന്ന് ഉറപ്പായി. സാബിത്ത് കരഞ്ഞുകൊണ്ട് തോട്ടത്തിനകത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. ഒരു മനുഷ്യനെ കണ്ടു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അറിയാതെ തിന്നുപോയതാണ്, എനിക്ക് പൊരുത്തം തരുമോ? എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പഴത്തിൻ്റെ പകുതി എൻ്റെ വയറ്റിനകത്തകപ്പെട്ടു പോയി, എനിക്ക് പൊരുത്തം തരുമോ? ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ, പൊരുത്തം തരാൻ എനിക്ക് അവകാശമില്ല. കാരണം ഞാൻ ഇതിൻ്റെ തൊഴിലാളിയാണ്, മുതലാളിയല്ല. ഞാൻ ഇവിടത്തെ ജോലിക്കാരനാണ്. എങ്ങനെയാ നിനക്ക് പൊരുത്തം തരുന്നത്? സാബിത്ത് ചോദിക്കുന്ന മുതലാളിയുടെ വീടെവിടെയാ? സാബിത്ത് ചോദിക്കുകയാണ്, യജമാനന്റെ വീടെവിടെയാണ്? 3 ദിവസം രാവും പകലും സഞ്ചരിക്കണം. 3 ദിവസം രാവും പകലും സഞ്ചരിച്ചാല് എൻ്റെ ഉടമസ്ഥന്റെ വീട്ടിലേക്ക് ചെല്ലൂ. സാബിത്ത് പറഞ്ഞു, എത്ര പോകണമെങ്കിലും ഞാൻ തയ്യാറാണ്. അവസാനം പറഞ്ഞ അടയാളം വെച്ച് കരഞ്ഞുകൊണ്ട് ദിവസങ്ങളോളം സഞ്ചരിക്കുകയാണ്. അവസാനം ആ വീടിന്റെ മുമ്പിൽ ചെന്നപ്പോ ഒരു പ്രായമുള്ള മനുഷ്യനെ കാണുകയാ. കരഞ്ഞുകൊണ്ട് നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയുന്നു, പൊരുത്തപ്പെട്ട് തരണേ, എൻ്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. എനിക്ക് നരകം ഭയമാണ്, എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പോകാൻ പേടിയാണ്. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിക്കുമ്പോ ആ മനുഷ്യൻ ചിന്തിച്ചു, ഇവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല, ഇവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല, ഇവൻ അല്ലാഹുവിനെ പേടിയുള്ളവനാണ്, ഇവനെ നഷ്ടപ്പെടുത്താൻ പാടില്ല. ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ, ഞാൻ പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. നിനക്ക് ഞാൻ പൊരുത്തം തരാം, പക്ഷേ നീ എൻ്റെ മകളെ വിവാഹം കഴിക്കണം. എൻ്റെ പൊന്നാര മകളെ നീ വിവാഹം കഴിക്കണം. അവൾക്ക് കണ്ണ് കാണൂല, അവൾക്ക് ചെവി കേൾക്കൂല, അവളുടെ കാലിന് സ്വാധീനമില്ല. അങ്ങനെയുള്ള എൻ്റെ പൊന്നുമോളെ നീ വിവാഹം കഴിച്ചാൽ നിനക്ക് ഞാൻ പൊരുത്തം തരാ സാബിത്തേ. സാബിത്ത് ചിന്തിച്ചു, ആഖിറമാണ് വലുത്, ആഖിറമാണ് വലുത്. പടച്ചവനെ വിവാഹത്തിന് സമ്മതിക്കുകയാണ്. നിക്കാഹ് കഴിഞ്ഞു. സദാ നുഅ്മാൻ ഇബ്നു സാബിത്ത് അതാ മണിയറയ്ക്കകത്ത് കടന്നു ചെല്ലുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് മണിയറയ്ക്കകത്ത് ഒരുങ്ങിയിരിക്കുകയാണ്. അവിടെ നിന്ന് ചോദിച്ചു, എവിടെ? സുന്ദരിയായ പെണ്ണിനോട് നുഅ്മാൻ ഇബ്നു സാബിത്ത് ചോദിക്കുകയാണ്, കണ്ണ് കാണാത്ത, ചെവിക്ക് കേൾവിയില്ലാത്ത, കാലിന് സ്വാധീനമില്ലാത്ത ഈ പാവപ്പെട്ട എൻ്റെ ഭാര്യ എവിടെ? ആ പെണ്ണ് പറഞ്ഞു, സാബിത്തേ, എൻ്റെ കണ്ണിന് കാഴ്ചയുണ്ട്, എൻ്റെ ചെവിക്ക് കേൾവിയുണ്ട്, എൻ്റെ കാലിന് സ്വാധീനമുണ്ട്. പിന്നെ എൻ്റെ പിതാവ് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ കണ്ണുകൊണ്ട് ഹറാം കണ്ടിട്ടില്ല. അല്ലാഹു കാണരുതെന്ന് പറഞ്ഞ ഒരു കാര്യം ഇന്നുവരെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ല. അല്ലാഹു പോകരുതെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഓർമ്മ വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ കാലുകൊണ്ട് നടന്നിട്ടില്ല. അവൾ അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണായിരുന്നു. അവൾ പടച്ച റബ്ബിനെ പേടിച്ച് ജീവിച്ചവളായിരുന്നു. പടച്ചവനെ നുഅ്മാൻ ഇബ്നു സാബിത്തിന് അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. ഈ പെണ്ണിനും അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ കുടുംബ ജീവിതം നടത്തിയപ്പോ ഈ നുഅ്മാൻ ഇബ്നു സാബിത്തും ഈ പെണ്ണും കൂടെ കുടുംബ ജീവിതം നടത്തി. ഇവർ രണ്ടുപേരും കൂടെ കുടുംബ ജീവിതം നടത്തിയപ്പോൾ അല്ലാഹു അവർക്കൊരു മകനെ കൊടുത്തു. അല്ലാഹു അവർക്ക് രണ്ടുപേർക്കും ഒരു മകനെ കൊടുത്തു. ആ മകന്റെ പേരെന്തെന്നറിയുമോ? മഹാനായ ഇമാമുന അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ആ നുഅ്മാൻ ഇബ്നു സാബിത്തിന്റെ മകനായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.